ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ പുതിയ സിലബസ് അനുസരിച്ചുള്ള മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റേഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ 5ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ വീഡിയോ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 6ാമത്തെ ചാപ്റ്ററാണ്, സിമിലർ ട്രയാങ്കിൾസ് അഥവാ സദൃശ ത്രികോണങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇക്വാലിറ്റി ഓഫ് ട്രയാങ്കിൾസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇക്വാലിറ്റി ഓഫ് ട്രയാങ്കിൾസ് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? അതായത് തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞൊരു കാര്യം 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്താ പഠിച്ചത്? നമ്മൾ ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമാണെങ്കിൽ, രണ്ട് ത്രികോണങ്ങൾ എടുത്താൽ അതിന്റെ വശങ്ങൾ തുല്യമാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? വശങ്ങൾ തുല്യമാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്നതിൽ ഈ വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ വശവും തുല്യമാണെങ്കിൽ അതിന് ഓപ്പോസിറ്റുള്ള ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇത് ഈക്വൽ ആണെങ്കിൽ ഇതിനെതിരെയുള്ള ഈ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചു അല്ലേ? അതാണ് ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ നമ്മൾ പഠിച്ചത്. കോൺഗ്രുവൻസി എന്ന് പറയും, നമ്മളവിടെ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എന്നാണ് പറഞ്ഞു പഠിച്ചത്. പക്ഷേ ഇവിടെ വരുന്ന എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. അതായത് ഇവിടെ പറഞ്ഞു വശങ്ങൾ തുല്യമായാൽ കോണുകൾ തുല്യമാവും, അവയ്ക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും എന്ന് പറഞ്ഞു രണ്ട് ത്രികോണങ്ങളിൽ. ഇനി തിരിച്ചു ചോദിക്കുകയാണ്, ഈ രണ്ട് ത്രികോണങ്ങളിൽ കോണുകൾ തുല്യമായാൽ വശങ്ങൾ തുല്യമാകുമോ എന്നുള്ളതാണ് ചോദ്യം. കോണുകൾ തുല്യമായാൽ വശങ്ങൾ തുല്യമാകുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ്? സാധാരണ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഇത് ശരിയല്ലേ? ഇത് ശരിയാണ്. എന്ത്? വശങ്ങൾ തുല്യമായതുകൊണ്ട് കോണുകൾ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ കോണുകൾ തുല്യമായതുകൊണ്ട് വശങ്ങളും തുല്യമാവണ്ടേ എന്ന് ചോദിക്കും. പക്ഷെ അതങ്ങനെയല്ല. കാരണം ഈ ചിത്രം തന്നെ നോക്കൂ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഉദാഹരണം, ഈ പടം നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്, അത് നോക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഈ ചിത്രം നോക്കൂ. ഈ നീല ത്രികോണവും ഈ പച്ച ത്രികോണവും നോക്കൂ. ഇതിൽ കോണുകൾ എന്താണ്? തുല്യമാണ്. ഇവിടെ 40 ഡിഗ്രി, ഇവിടെ 40 ഡിഗ്രി, ഇവിടെ 80 ഡിഗ്രി, ഇവിടെ 80 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. അപ്പൊ ഇതിൽ കോണുകൾ തുല്യമല്ലേ? 40 ഉണ്ട്, 80 ഉണ്ട്, 60 ഉണ്ട്. ഓക്കെ, രണ്ടിലും കോണുകൾ തുല്യമാണ്. പക്ഷേ അവയുടെ സൈസ് സെയിം ആണോ? ഒരേ സൈസിലാണ് ഇരിക്കുന്നത്. വശങ്ങളുടെ നീളം തുല്യമാണോ? ഒരിക്കലുമില്ല. കണ്ടറിയാം, നീല ത്രികോണം വലുതും പച്ച ത്രികോണം ചെറുതുമാണ്. ഇനി എന്ത് ചെയ്യും? നമ്മൾ അതിനെ ഈ പച്ച ത്രികോണത്തിനെ എടുത്ത് എന്ത് ചെയ്യുന്നു? ഈ നീല ത്രികോണത്തിന്റെ അകത്ത് വെക്കുന്നു. അതെ, ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ പോലെ കണ്ടോ? ഇങ്ങനെ എടുത്ത് വെച്ചു. അത് എങ്ങനെ എടുത്ത് വെക്കാം? ഒരേ കോണുകൾ ഒരു വശത്ത് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യാം? എടുത്ത് വയ്ക്കാം. കോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വരകൾ തമ്മിലുള്ള അകലമാണ്. രണ്ട് വരകൾ തമ്മിലുള്ള ഈ ഒരു കോണളവാണ്. അപ്പൊ ഈ കോണളവുകൾ തുല്യമാകുന്ന രീതിയിൽ എന്ത് ചെയ്യാം? എടുത്ത് വയ്ക്കാം. ഈ പച്ച ത്രികോണത്തിന് 80 ഡിഗ്രി കോയിൻസൈഡ് ചെയ്യുന്ന, 80 ഡിഗ്രി ഒരേപോലെ വരുന്ന സ്ഥലത്ത് എടുത്ത് വെക്കുന്നു. അതാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന ഈ രണ്ട് ഫിഗേഴ്സ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ നീല ത്രികോണത്തിന് ഇവിടെ 80 ഡിഗ്രിയാണ്, പച്ചയ്ക്ക് 80 ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? രണ്ട് മാച്ച് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര? ഇവിടെ 40 ആണ്, ഇവിടെ 60 ആണ് അല്ലേ? നോക്കൂ, ഈ രണ്ട് കോണും എന്താണ്? 40ഉം 60ഉം ആണ് അല്ലെ? ഈ പച്ച ത്രികോണത്തിൽ ഇത് 80 ആണെങ്കിൽ ഇത് 40 60 അല്ലേ? അപ്പൊ ഇവിടെ 40 ഇവിടെ 60. നീല ത്രികോണത്തിൽ എന്താണ്? ഇവിടെ 40 60. അപ്പൊ ഇതിങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ കോണുകളൊക്കെ തുല്യമാണ്. പക്ഷെ കണ്ടോ, ചെറുതായി പോയി അല്ലെ? വലിയ ത്രികോണം, ഇത് ചെറിയ ത്രികോണവും. അത് കംപ്ലീറ്റ് ആയിട്ട് മൂടുന്നുണ്ടോ? ഇല്ല. ഇവിടെ കുറച്ച് നമുക്ക് നീല പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കിട്ടുമ്പോൾ ഈ കോണുകൾ ഇവിടെ 80 ഡിഗ്രി ഒരുമിച്ച് വെച്ചപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കോൺ, ഇവിടെ 40, ഇവിടെ 60. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് ഒരേ ഇൻക്ലിനേഷനിലാണ് ഇരിക്കുന്നത് കേട്ടോ, ഒരേ ഇൻക്ലിനേഷനിലാണ്. അപ്പോൾ ഈ ആംഗിള്, ഈ വരകള് ഒരേ ചരിവിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് ത്രികോണത്തിന്റെയും വരകൾ എന്താണ്? ഒരേ ചരിവിലാണ്. ഈ പച്ച ത്രികോണത്തിന്റെ ഈ വരയും ഈ വശവും നീല ത്രികോണത്തിന്റെ ഈ വലിയ വശവും എന്താണ്? ഒരേ ചരിവിലാണ്. അതുപോലെ തന്നെ പച്ച ത്രികോണത്തിന്റെ ഈ വശവും നീല ത്രികോണത്തിന്റെ ഈ വശവും എന്താണ്? ഒരേ ചരിവിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവയുടെ കോണുകൾ എത്രയാണ്? 40 ഡിഗ്രി 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി ഈ വശങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കോണുകൾ തുല്യമായി, വശങ്ങൾ തുല്യമായോ? തുല്യമായില്ല. സൈഡ്സ് നോട്ട് ഈക്വൽ ആണ് വന്നത്. സൈഡ്സ് ഈക്വൽ ആയിരുന്നാൽ എന്തായനെ? അതിന് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ, ആംഗിൾസ് ഈക്വൽ ആയി സൈഡ്സ് ഈക്വൽ ആയാൽ നമുക്ക് അതിനെ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ നമ്മൾ പറയും കേട്ടോ. പക്ഷെ ഇവിടെ വശങ്ങൾ തുല്യമായോ? ഇല്ല. ഇനി സൈഡ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? എന്തെങ്കിലും ബന്ധം ഉണ്ടോ? ആ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ 80 ഡിഗ്രി കോയിൻസൈഡ് വെച്ചില്ലേ? ഇപ്പൊ ഒരേ ചരിവിലെന്ന് കിട്ടി. അതായത് ഈ വശങ്ങൾ എന്തായിരിക്കും? സമാന്തരമായിരിക്കും. ഈ കാണുന്ന വശങ്ങൾ എന്തായിരിക്കും? ഈ വശവും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. കാരണം ഇവിടുത്തെ കോണുകൾ തുല്യമല്ലേ? ഈ കോണിന് തുല്യം, ഈ കോണിന് തുല്യം. അങ്ങനെ ആയതുകൊണ്ട് ഈ വശങ്ങൾ എന്തായിരിക്കും? ഈ രണ്ട് വശവും എന്തായിരിക്കും? ഒരേ ചരിവിലായിരിക്കും.
ഇത് രണ്ടും പാരലൽ ആയിരിക്കും, സമാന്തരമായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഇനി എന്ത് ചെയ്യാം, 40 ഡിഗ്രി ചേരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാം, വേണ്ട 40 നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞല്ലോ ഓൾറെഡി. ഇനി ഇവ തമ്മിലുള്ള ബന്ധം, നമുക്ക് ഇതിന്റെ വശങ്ങളുടെ നീളം തുല്യമല്ലല്ലേ, തുല്യമല്ല, കോണുകൾ മാത്രമേ തുല്യമുള്ളൂ. ഇനി വശങ്ങൾക്ക് ഒരു നീളം കൊടുക്കാം. ഈ സൈഡ് എ, ഇത് ബി, ഇത് സി, അതുപോലെ ഇവിടെ പി ക്യു ആർ. ഇത് ഇവിടെ എടുത്ത് ഫിറ്റ് ചെയ്തു അല്ലെ. ഫിറ്റ് ചെയ്തപ്പോൾ ഈ മൊത്തം നീളം എന്താണ്, വലിയ നീല ത്രികോണത്തിന്റെ നീളം ബി, ഇവിടെ സി, ഇവിടെ എന്താണ്, ഇവിടെ എ ആയിരുന്നു. ഇനി ഇവിടെയോ, ഇവിടെ ക്യു, ഇവിടെ ആർ, ഇവിടെ എന്തായിരുന്നു പി. ചെറിയ ത്രികോണത്തിന് പി ക്യു ആർ, വലിയ ത്രികോണത്തിന് എ ബി സി. ഇനി നമ്മളിവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഒരു റേഷ്യോ നമ്മൾ എന്ത് ചെയ്യാം, എഴുതാം. എത്ര പാർട്ട് റേഷ്യോ എഴുതാം മീൻസ് ഈ മൊത്തം ബി എന്ന് പറയുന്ന നീളത്തില് ഒരു ഭാഗമാണെന്ത് ക്യൂ. മൊത്തം ബി എന്ന് പറയുന്ന വലിയ നീള ത്രികോണത്തിന്റെ മൊത്തം ബിയിൽ ഒരു ഭാഗമാണെന്ത് ക്യൂ. അതായത് ക്യൂ എന്ന് പറയുന്നത് ബിയുടെ ഒരു പാർട്ടാണ്. അതെന്തിന് ഈക്വൽ ആയിരിക്കും, സി എന്ന് പറയുന്ന വലിയ ത്രികോണത്തിന്റെ വശത്തിന്റെ ഒരു പാർട്ടായിരിക്കും ആർ എന്ന് പറയുന്നത് ചെറിയ ത്രികോണത്തിന്റെ വശം. അതായത് ആർ ബൈ സി ആയിരിക്കും, ആർ ബൈ സി ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഒരു അംശബന്ധം, ഒരു റേഷ്യോ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ എന്ത് ചെയ്യും, പ്രൊപ്പോർഷൻ നമുക്കിവിടെ വരും. ഓക്കെ, ഒരു പ്രൊപ്പോർഷൻ നമുക്കിവിടെ വരും. അത് ഇക്വാലിറ്റി ഓഫ് റേഷ്യോസ് ആണ് പ്രൊപ്പോർഷൻ എന്ന് പറയുക. ക്യൂ ബൈ ബി എന്ന് പറയുന്ന റേഷ്യോ ആണ്, ആർ ബൈ സി എന്ന് പറയുന്ന റേഷ്യോ ആണ്. ഈ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ്. ഓക്കെ, അത് നമുക്ക് എന്തായിരിക്കും, ഇതിവിടെ കൊടുക്കുമ്പോൾ എന്തായി, അതിന്റെ ഇക്വാലിറ്റി ഓഫ് ആ റേഷ്യോ വന്നപ്പോൾ ഇതിനെ നമുക്ക് പ്രൊപ്പോർഷൻ എന്ന് പറയാം. ഇക്വാലിറ്റി ഓഫ് റേഷ്യോ ആണ് പ്രൊപ്പോർഷൻ എന്ന് പറയാം. സോ ദിസ് ഇസ് പ്രൊപ്പോർഷൻ. ഈ സൈഡ്സ് എന്തായി, പ്രൊപ്പോർഷണൽ എന്ന് നമുക്ക് പറയാം കേട്ടോ, പ്രൊപ്പോർഷണൽ. ഇനി ഇതേപോലെ ഈ എയും പിയും എടുത്താലോ, എയും പിയും എടുത്താലോ അതുപോലെ തന്നെ ആയിരിക്കും. ചെറിയ ത്രികോണത്തിന്റെ പി എന്ന് പറയുന്നത് വലിയ ത്രികോണത്തിന്റെ എയുടെ ഒരു ഭാഗമായിരിക്കും, എയുടെ ഒരു ഭാഗമായിരിക്കും എന്ത് പി. ഓക്കെ, അപ്പൊ ഇതാണ് ബന്ധം. അതായത് കോണുകൾ തുല്യമായാൽ, ആംഗിൾസ് ഈക്വൽ ആയാൽ സൈഡ്സ് എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. നിങ്ങൾ നോക്കൂ, ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന എല്ലാം വലിയ ത്രികോണത്തിന്റെ വശങ്ങളാണ് അല്ലെ, സോറി ചെറിയ ത്രികോണത്തിന്റെ വശങ്ങളാണ്. പി ക്യു ആർ എന്ന് പറയുന്നത് ചെറിയ ത്രികോണത്തിന്റെ വശങ്ങളാണ്. താഴെ തന്നിരിക്കുന്നതെല്ലാം വലിയ ത്രികോണത്തിന്റെ വശങ്ങളാണ്. അപ്പൊ വലിയ ത്രികോണത്തിന്റെ വശങ്ങളുടെ ഒരു ഭാഗമായിട്ട് എന്ത് ചെയ്യാം, ചെറിയ ത്രികോണങ്ങളുടെ വശങ്ങളെ എഴുതാം. അതാണ് ഈ സദൃശ്യ ത്രികോണങ്ങളുടെ പ്രത്യേകത. ഓക്കെ, അതാണ് ഫൈനലി ഈ തന്നിരിക്കുന്നത്. പി ബൈ എ ഈക്വൽ ടു ക്യൂ ബൈ ബി ഈക്വൽ ടു ആർ ബൈ സി. വലിയ ത്രികോണത്തിന്റെ വശങ്ങളാണ് എ ബി സി എന്ന് പറയുന്നത്. അതേ തുല്യ കോണുകൾക്കെതിരെ വരുന്ന ചെറിയ ത്രികോണത്തിലെ വശങ്ങളാണ് പി ക്യൂ ആർ എന്ന് പറയുന്നത്. എയും പിയും ഒരേ കോണുകൾക്കെതിരെ ആയിരിക്കും, ബിയും ക്യൂവും ഒരേ കോണുകൾക്കെതിരെ ആയിരിക്കും, സിയും ആറും ഒരേ കോണുകൾക്കെതിരെ ആയിരിക്കും. അപ്പോൾ സദൃശ്യ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണുകൾ തുല്യമായാൽ അവയെ നമുക്ക് സദൃശ്യ ത്രികോണങ്ങളായിട്ട് പറയാം. അപ്പൊ അതിലെ വശങ്ങൾ എന്തായിരിക്കും, ഒരേ അനുപാതത്തിലായിരിക്കും കേട്ടോ. ശരി, അപ്പൊ ഇങ്ങനെ നോക്കിയാൽ ഞാനിപ്പോ തൊട്ട് മുമ്പ് പറഞ്ഞു എയും പിയും എന്താണ്, ആർ ദ ലെങ്ത് ഓഫ് സൈഡ് ഓപ്പോസിറ്റ് ടു 80 ഡിഗ്രി ആംഗിൾ. ഒരേ കോണുകൾക്കെതിരെയുള്ള വശങ്ങളുടെ അംശബന്ധത്തെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, റേഷ്യോ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണെന്ത്, ഇവിടെ എ വരുന്നത്, ഇവിടെ 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് പി വരുന്നുണ്ട്. ഇനി ഇവിടെ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 60 ഡിഗ്രി ഓപ്പോസിറ്റ് എന്ത് വരുന്നുണ്ട്, ഇവിടെ ബി വരുന്നുണ്ട്, ഇവിടെ 60 ഡിഗ്രി ഓപ്പോസിറ്റ് ക്യൂ വരുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ബി ആൻഡ് ക്യൂ ആർ ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു 60 ഡിഗ്രി ആംഗിൾ. ഓക്കെ, അടുത്ത് 40 ഡിഗ്രിക്കെതിരെ ഇവിടെ എന്താ വരുന്നത്, സി വരുന്നു. ഇവിടെ 40 ഡിഗ്രിക്കെതിരെ എന്താ വരുന്നത്, ആർ വരുന്നു. അപ്പോൾ സി ആൻഡ് ആർ ദി ലെങ്ത് ഓഫ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു 40 ഡിഗ്രി ആംഗിൾ. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു ബന്ധം പറയുന്നത്. അതായത് പി ബൈ എ ഈക്വൽ ടു ക്യൂ ബൈ ബി ഈക്വൽ ടു ആർ ബൈ സി. കണ്ടോ, പി എന്ന് പറയുന്നത് 80-നെതിരെയുള്ള, അപ്പോൾ പി ബൈ എ ഈക്വൽ ടു ക്യൂ ബൈ ബി എന്താണ്, 60 ഡിഗ്രിക്കെതിരെയാണ് ക്യൂവും ബിയും, അപ്പോൾ ക്യൂ ബൈ ബി എഴുതാം. 40 ഡിഗ്രിക്കെതിരെയാണ് സിയും ആറും, അപ്പോൾ ആർ ബൈ സി എഴുതാം. അതെന്തായിരിക്കും, ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും കേട്ടോ, ഒരു പാർട്ടാണ് അപ്പോൾ അത് വരുന്നത്. അപ്പോൾ അതാണ് ഈ ബന്ധം വീണ്ടും അവരെഴുതിയത് കേട്ടോ. ഈ ബന്ധം വീണ്ടും എഴുതി കാണിച്ചിരിക്കുന്നതിന് കാരണം ഇതാണ്. അപ്പൊ ഈ മുകളിൽ കാണുന്നല്ലേ, ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യത്തേ ഉള്ളൂ. നിങ്ങൾ പി ബൈ എ എന്ന് എഴുതി, പി ബൈ എ ക്യൂ ബൈ ബി ആർ ബൈ സി എന്ന് എഴുതുമ്പോൾ ഈ ന്യൂമറേറ്ററിൽ വരുന്നത്, അംശത്തിൽ വരുന്ന എല്ലാം ഒരേ ത്രികോണത്തിന്റെ വശങ്ങളായിരിക്കണം. ഛേദത്തിൽ വരുന്ന എല്ലാം മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾ. മറ്റ് 2 ത്രികോണം എടുക്കില്ലേ, അതിൽ ഒരെണ്ണത്തിന്റെ ആയിരിക്കണം മറ്റ് ന്യൂമറേറ്റർ എല്ലാം, ഡിനോമിനേറ്റർ എല്ലാം മറ്റൊന്നിന്റെ ആയിരിക്കണം. അല്ലാതെ മിക്സഡ് ആയിട്ട് എഴുതാൻ പറ്റില്ല. പി ബൈ എ ഈസ് ഈക്വൽ ടു ബി ബൈ ക്യൂ എന്ന് എഴുതാൻ പാടില്ല. കാരണം ഇത്
ചെറിയ ത്രികോണത്തിന്റെയാണ്, ഇത് വലിയ ത്രികോണത്തിന്റെ വശം. പക്ഷെ ഇവിടെ വന്നപ്പോൾ ന്യൂമറേറ്ററിൽ വലിയ ത്രികോണത്തിന്റെ വശം വന്നു. ഇങ്ങനെ എഴുതാൻ പാടില്ല. എന്താണ്? അംശബന്ധം അല്ലെങ്കിൽ അംശബന്ധം ഈക്വാലിറ്റി ഓഫ് റേഷ്യോ ആണ്. അത് നമ്മൾ അങ്ങനെ തന്നെ ക്ലിയർ ആയിട്ട് തന്നെ എഴുതണം. അതായത് പി ബൈ എ എന്ന് പറയുന്നത് ക്യൂ ബൈ ബിക്ക് തന്നെ ഈക്വൽ ആയിരിക്കണം കേട്ടോ, എന്നാലേ അത് പ്രൊപ്പോർഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട എത്രയേ ഉള്ളൂ, ന്യൂമറേറ്ററിൽ ഒരേ ട്രയാങ്കിളിന്റെ ആയിരിക്കും, ഡിനോമിനേറ്ററിൽ മറ്റൊരു ട്രയാങ്കിളിന്റെ ആയിരിക്കണം. അപ്പോൾ അതാണ് ഈ സ്റ്റേറ്റ്മെന്റ്, ഈ പറയുന്ന എല്ലാം കൂടെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇൻ ടു ട്രയാങ്കിൾസ് വിത്ത് സെയിം ആംഗിൾ, ഒരേ കോണളവുള്ള ത്രികോണങ്ങളിൽ, രണ്ട് ത്രികോണങ്ങളിൽ, ഇഫ് വി പെയർ ദ സൈഡ്സ് ഓഫ് ഓപ്പോസിറ്റ് equal angles, then the shorter length are all the same part of the longer one, or the longer length are all same times the shorter length. അതായത് ലോങ്ങർ സൈഡ് എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കും എന്ത് ഷോർട്ടർ സൈഡ്. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ വലിയ വശം എന്ന് പറഞ്ഞാൽ എപ്പോഴും വലിയ കോണിനെതിരായിരിക്കും വലിയ വശങ്ങൾ കേട്ടോ. അത് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടിയാണ്. ട്രയാങ്കിളിന് ശരിക്കും നേരത്തെ ഉള്ള പ്രോപ്പർട്ടിയാണ് എന്ത്, ഒരു ത്രികോണത്തിൽ ഏറ്റവും വലിയ വശം ഏറ്റവും വലിയ കോണിന് എതിരെയായിരിക്കും, ഏറ്റവും വലിയ വശം ഏറ്റവും വലിയ കോണിനെതിരായിരിക്കും. അപ്പോൾ വലിയ വശങ്ങൾക്കെതിരെയുള്ള വശങ്ങൾ എത്ര മടങ്ങാണോ അതുപോലെ ആയിരിക്കും ചെറിയ വശങ്ങൾക്കെതിരെയുള്ള വശങ്ങൾ. അതാണ് നമ്മൾ എഴുതിയ റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ, റേഷ്യോ എന്ന് പറയുന്നത്. അത് അവർ പറയുന്നതേ ഉള്ളൂ. ദെൻ ഇൻ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ആംഗിൾസ് ദ സൈഡ്സ് ഇൻ ദ ഓർഡർ ഓഫ് ലെങ്ത് ആർ ഇൻ സെയിം റേഷ്യോ. അതാണ് നമ്മൾ കുറച്ച് നേരത്തെ പറയുന്നത്, സെയിം റേഷ്യോയിലായിരിക്കും. അതായത് ഒരേ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും, ഒരേ റേഷ്യോയിലായിരിക്കും. ആ റേഷ്യോയെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതിന് പ്രപ്പോർഷൻ എന്ന് പറയും. ഒരേ അംശബന്ധത്തിലായിരിക്കും എന്ത്, ഒരേ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ഒരേ അംശബന്ധത്തിലായിരിക്കും. ആ അംശബന്ധങ്ങളെ തുല്യമാക്കി എഴുതുമ്പോൾ നമുക്ക് അനുപാതം കിട്ടും കേട്ടോ, ഒരേ അനുപാതത്തിലായിരിക്കും നമ്മൾ പറയാം. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് ആണ് ഇതിൽ, കണക്ക് ഒരു വാല്യൂ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞു പി ബൈ എ ഈക്വൽ ടു ക്യൂ ബൈ ബി ഈക്വൽ ടു ആർ ബൈ സി എന്ന് പറഞ്ഞു. ഇത് ഈക്വൽ ആവണമെങ്കിൽ പി എന്ന് പറയുന്നത് എയുടെ എത്രയോ ടൈംസ് ആണ്. അതായത് വലിയ വശം എന്താണ്, എ അല്ലേ, വലിയ വശം എ അല്ലേ, ചെറിയ വശം പി ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എ എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഏതിനെ, പി എന്ന് പറയുന്ന ചെറിയ വശത്തിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് എന്ത്, എ എന്ന് പറയുന്നത്. അതുപോലെ ക്യൂ എന്ന് പറയുന്ന ചെറിയ വശത്തിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും, ബി കിട്ടും. ആർ എന്ന് പറയുന്ന ചെറിയ വശത്തിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സി കിട്ടും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സ് എന്തായിരിക്കും, സെയിം നമ്പർ ആയിരിക്കും. കാരണം നമുക്കിവിടെ എന്താണ്, ഇവിടെ ഒരു കെ ആണ് വരിക. ഇതെല്ലാം അംശബന്ധം ഒരു കെക്ക് ഈക്വൽ. ഫോർ എക്സാമ്പിൾ 1/2 ഈക്വൽ ടു 2/4 ഈക്വൽ ടു 3/6 എന്ന് നമുക്ക് പറയാം. 3/6 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതെന്താണ്, ഇതൊരു ഒരേ അംശബന്ധത്തിലാണ്. ഓക്കെ, ഒരേ അംശബന്ധത്തിലാണ്. 1/2 എന്ന് പറയുന്നത് 2/4 എന്ന് പറയുന്നത് 3/6 എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്യുന്നൊരു ഫാക്ടർ ഉണ്ട്, അതാണ് 1/2 എന്ന് പറയുന്ന ഫാക്ടർ. അതായത് ബേസിക് ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ. ഓക്കെ, അല്ലെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ പറയാം, ഈ 1/2 ആണ് ഇവിടുത്തെ കെ. അതായത് ഇവിടെ പി ബൈ എ ഈക്വൽ ടു കെ എന്ന് നമുക്ക് പറയാം. പി ബൈ എ ഈക്വൽ ടു കെ. അതുപോലെ ക്യൂ ബൈ ബി ഈക്വൽ ടു കെ, ആർ ബൈ സി ഈക്വൽ ടു കെ എന്ന് നമുക്ക് പറയാം. അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം പി എന്ന് പറയുന്നത് എന്താണ്, എ കെ ആയിരിക്കും. സോറി, പി ബൈ എ ഈക്വൽ ടു കെ. അപ്പൊ പി ബൈ എ എന്ന് പറയുന്നത് എ കെ ആയിരിക്കും. അതായത് കെ ഒരു വാല്യൂ. ഓക്കെ, ഇവിടെ വന്നു വെച്ചാൽ നമ്മൾ പി ബൈ എയിൽ ഇവിടെ കെ എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇവിടെയും കെ എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ റേഷ്യോ എങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും, നമുക്ക് രണ്ടാമത്തെ പാർട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, രണ്ടാമത്തെ പാർട്ട് കണ്ടുപിടിക്കാം ആണ് ഇൻ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ആംഗിൾസ് ദ സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ. അതാണ് റേഷ്യോ എന്ന് പറയുന്നത്, ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആ സ്കെയിൽ ചെയ്യുന്ന ഫാക്ടറാണ് നമ്മൾ, അങ്ങനെ സ്കെയിലിംഗ് ഫാക്ടർ വരുന്നതുകൊണ്ടാണ് നമ്മൾ പ്രൊപ്പോർഷൻ എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഉദാഹരണം നോക്കാം. ഇതിന്റെ ആപ്ലിക്കേഷൻ ഇത്രയുള്ളൂ, നമ്മൾ വളരെ കോംപ്ലക്സ് നോക്കണ്ട, എത്രയേ ഉള്ളൂ. വി വാണ്ട് ടു ഡ്രോ എ സ്മോളർ ട്രയാങ്കിൾ വിത്ത് ഓൾ ഇറ്റ് സൈഡ്സ് 3/4 ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. ഈ തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ 4/3 വശം വരുന്ന, ഓക്കെ, 4/3 വശം വരുന്ന സൈഡ്സ് ഉള്ള ഒരു ചെറിയ ത്രികോണം വരയ്ക്കണം. ഓക്കെ,
അതായത് 4 സെന്റിമീറ്റർ ആണ് ഒരു വശമെങ്കിൽ മറ്റെന്തായിരിക്കണം, ഈ 4ൽ 3, അതായത് 3 സെന്റിമീറ്റർ ആയിരിക്കണം ചെറിയ ത്രികോണത്തിന്റെ. വലിയ ത്രികോണത്തിന്റെ ഒരു വശം 4 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ എതിരെയുള്ള കോണിന് കറക്റ്റ് ആയിട്ടുള്ള ചെറിയ ത്രികോണത്തിലെ വശം എന്തായിരിക്കണം, 3 സെന്റിമീറ്റർ ആണ്. അതാണ് 4ൽ 3 എന്നുള്ള കണക്ക് വരിക. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ ത്രികോണം നമുക്ക് ഇതിൻ്റെ അത് വരയ്ക്കണം. അതായത് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ത്രികോണം നമുക്ക് വരയ്ക്കണം. ഈ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വലിയ ത്രികോണത്തിന്റെ വശത്തിന്റെ 4ൽ 3 ആയിരിക്കണം ചെറിയ ത്രികോണത്തിന്റെ വശം. അതായത് ഇപ്പൊ ഇവിടെ 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ടല്ലേ, 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ 6 × 3/4 എന്നുള്ളതാണ് കണക്ക്. ഓക്കെ, അപ്പൊ 6 × 3/4 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 4ഉം 6ഉം വെട്ടിപ്പോയിട്ട് 3 2 വരും, 9/2 എന്ന് വരും. അതായത് 4.5. ഇത് 4.5 സെന്റിമീറ്റർ ആയിരിക്കണം. 4.5 ഇത് 4.5 സെന്റിമീറ്റർ ആണെങ്കിൽ മറ്റു വശങ്ങൾ എന്തായിരിക്കും അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ എന്തായിരിക്കും, ഇതിന്റെ 4ൽ 3 ആയിരിക്കും. നോക്കൂ, ഇവിടെ 4.5/6 എന്ന് പറയുന്നത് എന്താണ്, 3/4 ആണ്. അതാണ് നമ്മൾ ഇവിടെ എടുത്തത്. 3/4 4.5 എന്ന് പറയുന്നത് എന്താണ്, 4.5 ആ റേഷ്യോ ആണ് അല്ലെ, സോറി ആ സൈഡിന്റെ ലെങ്ത് ആണ്. സൈഡിന്റെ ലെങ്ത് അത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഈ ഒരു ഫാക്ടർ 3/4ന് ഈക്വൽ ആയിരിക്കും. 4.5/6 അതായത് 1.5 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യല്ലേ. 1.5 ഇതിൽ 4ൽ 3 ടൈംസ് ഉണ്ട്. 1.5 3 × 1.5 ആണ് 4.5. 4 × 1.5 ആണ് എന്ത്, 6. അപ്പോൾ ഈ 1.5 ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് വരും, ഈ കാണുന്ന 3/4 വരും കേട്ടോ. 3/4 വരും. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്നത് അതാണ് അവർ പറയുന്നത്. Should we first draw the large triangle, measure it other 2 sides and draw the smaller triangle which sides 3/4 of its. അതായത് 4.5 സെന്റിമീറ്റർ വരുന്ന ഒരു ത്രികോണം വരച്ചാൽ അതേ ആംഗിളിൽ, ഇവിടുത്തെ ആംഗിൾ ഉണ്ടായിരുന്ന മുകളിലത്തെ ആംഗിൾ നോക്കിയാൽ നമുക്കറിയാം എന്താണ്, ഇവിടുത്തെ ആംഗിൾസ് എന്താണ്, 50 ഡിഗ്രി 70 ഡിഗ്രി. അപ്പോൾ നമുക്ക് 4.5 സെന്റിമീറ്റർ എടുത്തിട്ട് അതിന്റെ രണ്ടറ്റത്തും, അതിന്റെ ഒരറ്റത്ത് 50 ഡിഗ്രിയും മറ്റേ അറ്റത്ത് 70 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഇതിന് സിമിലർ ആയിട്ടുള്ള ചെറിയ ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ നമ്മൾ 4.5 കൊണ്ട് ഒരു സൈഡ് എടുക്കുന്നു, 4.5 ഒരു സൈഡ് എടുക്കുന്നു, ദിസ് ഇസ് 4.5 ഒരു സൈഡ് എടുത്തു. എന്നിട്ട് അതിന്റെ അറ്റത്ത് എന്ത് ചെയ്യുന്നു, 50 ഡിഗ്രിയും 70 ഡിഗ്രിയും വെച്ച് നമ്മൾ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നേരത്തെ കണ്ട 6 സെന്റിമീറ്റർ ബേസ് വരുന്ന 50 ഡിഗ്രി 70 ഡിഗ്രി സൈസ്, ഇത് ഞാൻ ചെറുതായിട്ട് വരച്ചു പോയതുകൊണ്ടാണ് 6 സെന്റിമീറ്റർ ആണിത്. അപ്പോൾ ഇത് 50, ഇത് 70, ഇതിന് സിമിലർ ആയിട്ടുള്ള ട്രയാങ്കിൾ ആയിട്ട് ഇത് കിട്ടും കേട്ടോ. ഇത് സിൻസ് ദ ആംഗിൾസ് ആർ ഈക്വൽ, കോണുകൾ ഈക്വൽ ആയതുകൊണ്ട് സൈഡ്സ് എല്ലാം എന്തായിരിക്കും, ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും കേട്ടോ. സൈഡ്സ് എല്ലാം ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും. ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ, ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ സി. ആംഗിൾ പി എന്തിന് ഈക്വൽ ആണ്, ആംഗിൾ സിക്ക് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റും എന്താണ്, ഈ ആംഗിൾ പിക്ക് ഓപ്പോസിറ്റുള്ള ക്യൂ, ദിസ് ഈസ് ക്യൂ. ഓക്കെ, ആംഗിൾ പിക്ക് ഓപ്പോസിറ്റുള്ള ക്യൂവും, സോറി ആർ ക്യൂവും, ആംഗിൾ പിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്, ആർ ക്യൂവും ആംഗിൾ സിക്ക് ഓപ്പോസിറ്റുള്ള എ ബി എന്തായിരിക്കും, ഒരേ ഒരു റേഷ്യോ ഉണ്ടാവും, അവ തമ്മിലുള്ള റേഷ്യോ ഉണ്ടാവും. അത് തന്നെ ആയിരിക്കും എന്ത്, ആംഗിൾ ക്യൂ എ ഈക്വൽ അല്ലേ. ആംഗിൾ ക്യൂ ഏതാ, ആംഗിൾ ക്യൂ ആൻഡ് ആംഗിൾ എ. അപ്പൊ ആംഗിൾ ക്യൂവിന് ഓപ്പോസിറ്റ്, നമ്മൾ മുകളിൽ ചെറുതിന്റെ അല്ലേ എടുത്ത്, ആംഗിൾ ക്യൂവിന് ഓപ്പോസിറ്റുള്ള വശം ഏതാ, പി ആർ എന്ന് പറയുന്ന വശം ടു, ഇവിടെ ആംഗിൾ എക്ക് ഓപ്പോസിറ്റുള്ള വശം ഏതാ, ബി സി എന്ന് പറയുന്ന വശം എന്തായിരിക്കും, ഒരേ അംശബന്ധത്തിലായിരിക്കും കേട്ടോ. ഇനി അത് മൂന്നാമത്തെ കോൺ എടുക്കാം. ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി. ആംഗിൾ ആറിന് ഓപ്പോസിറ്റ് പി ക്യൂ. ഇനി ആറിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാ ഇവിടെ വലുതില്, ആംഗിൾ ബി. ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ഏതാ, എ സി. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ ഇത് ആംഗിൾ പിക്ക് ഓപ്പോസിറ്റ്, ഇത് ആംഗിൾ ക്യൂവിന് ഓപ്പോസിറ്റ്, ഇത് ആംഗിൾ ആറിന് ഓപ്പോസിറ്റ്. ആംഗിൾ പി അല്ലെങ്കിൽ ആംഗിൾ സി, ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സിന് നമുക്ക് എന്ത് ചെയ്യും, റേഷ്യോ എഴുതിയിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബന്ധം കിട്ടും, പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ഈ പറയാം കേട്ടോ. അങ്ങനെയെങ്കിൽ
നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് പി ക്യൂന്റെ വാല്യൂ എത്രയാണ്? പി ക്യൂന്റെ വാല്യൂ 3, എ സിയുടെ വാല്യൂ എത്രയാണ്? എ സിയുടെ വാല്യൂ 6. അപ്പൊ ഇതിന് നമുക്ക് മറ്റൊരു വാല്യൂ കൊടുത്തൂടെ? നമുക്കത് എങ്ങനെ എഴുതിക്കൂടെ? നോക്ക്, ഈ പി ക്യൂ ബൈ എ സി എന്ന് പറയുന്നത് എന്ത് വരും? പി ക്യൂന്റെ വാല്യൂ 3, എ സിയുടെ വാല്യൂ 6 അല്ലെ? ഇവിടെ എ സി 6, പി ക്യൂ 3. അപ്പൊ ഇതിന്റെ ബന്ധം എന്ത് വരും? 2 വരും. സോറി 1/2 വരും. സോറി ഇറ്റ് ഈസ് 1/2. ഓക്കെ, 1/2 വരും. 1/2. അപ്പൊ ഇത് പി ക്യൂ ബൈ എ സി 1/2 ആണെങ്കിൽ നമുക്ക് എന്ത് ഇങ്ങനെ മാറ്റി എഴുതാം? ആർ ക്യൂ ബൈ എ ബി എന്തായിരിക്കും? ഈക്വൽ ടു പി ആർ ബൈ ബി സി ഈക്വൽ ടു 1/2. അതായത് ആർ ക്യൂ ബൈ എ ബി എന്ന് പറയുന്നത് 1/2 ഈക്വൽ ആയിരിക്കും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആർ ക്യൂ അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2RQ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ക്യൂ ഈക്വൽ ടു ഈ എ ബി ഇവിടെ പോയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 എ ബി ആയിട്ട് വരും. 1/2 എ ബി. ആർ ക്യൂ ഈക്വൽ ടു എ ബി ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 1/2 എ ബി ആയിട്ട് വരും. അല്ലെങ്കിൽ ഈ 2 നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2RQ ഈക്വൽ ടു എ ബി. കേട്ടോ, എ ബി ഈക്വൽ ടു 2RQ എന്ന് പറയുന്ന പോലെ. അപ്പൊ അടുത്ത് പി ആർ ബൈ ബി സി എങ്ങനെ എഴുതാം? പി ആർ ബൈ ബി സി ഈക്വൽ ടു 1/2 ആണ്. അതിന്റെ അർത്ഥം പി ആർ എന്തായിരിക്കും? പി ആർ ഈക്വൽ ടു 1/2 ബി സിക്ക് ഈക്വൽ ആയിരിക്കും. പി ആർ ഈക്വൽ ടു 1/2 ബി സി ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ 2 ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2PR ഈക്വൽ ടു ബി സി. 2PR എന്താണ്? ബി സിക്ക് ഈക്വൽ എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്ന വശങ്ങളെ കണ്ടുപിടിക്കാലോ. നമുക്ക് കണ്ടുപിടിക്കാലോ. ഇത് 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. എ ബി എന്താണ്? എ ബി എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആർ ക്യൂന്റെ നീളം എങ്ങനെ കിട്ടും? ആർ ക്യൂ ഈക്വൽ ടു ഹാഫ് എ ബി എന്ന് കണ്ടോ? ഈ റിലേഷൻ കണ്ടോ? ആർ ക്യൂ ഈക്വൽ ടു ഹാഫ് എ ബി. അപ്പൊ ആർ ക്യൂന്റെ ലെങ്ത് എന്തായിരിക്കും? എ ബി 8 ആണ്. എ ബിയുടെ പകുതി അപ്പൊ എന്ത് വരും? 4 സെന്റിമീറ്റർ. ഓക്കെ, 1/2 ഇൻറ്റു 8 എന്നാണ്. 1/2. 8ന്റെ പകുതി എന്താണ്? 4. അടുത്ത് അങ്ങനെയെങ്കിൽ പി ആർ എങ്ങനെ കിട്ടും? ഹാഫ് ബി സി അല്ലേ? ബി സിയുടെ നീളം എന്താണ്? 4 സെന്റിമീറ്റർ. ഹാഫ് ബി സി എന്ത് വരും? 4/2 എന്ത് വരും? 2 സെന്റിമീറ്റർ. കണ്ടോ, ചെറുതിന്റെ വശങ്ങളെ കിട്ടിയില്ലേ? ഇതാണ് കണക്ക്. ഇത്രയേ ഉള്ളൂ ഇതിലെ കണക്ക്. ഓക്കെ, അതിനാണ് ഈ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. കണ്ടോ, 2, 3, 4. ചെറുത് പി ആർ 2, പി ക്യൂ 3, ക്യൂ ആർ 4. നമ്മളും ചെയ്തു അല്ലേ? ഇവിടെ പി ആർ 2, പി ക്യൂ 3, ക്യൂ ആർ 4. അത് തന്നെയാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. പി ആർ 2, പി ക്യൂ 3, ക്യൂ ആർ 4. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ അതിലെ കണക്കുകൾ ചെയ്യുന്നത്. 6 അംശം തന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ അങ്ങ് എഴുതാം. അപ്പോൾ ഇതാണ് സിമിലർ ട്രയാങ്കിൾസ് ഉള്ള ഫസ്റ്റ് കോൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ഒരേ അനുപാതത്തിലായിരിക്കും എന്നുള്ളത് മാത്രമാണ് എന്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ്. അതാണ് സിമിലർ ട്രയാങ്കിളിലെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇനി ഇത് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൽ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. കേട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ ക്ലാസ്സിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.